കയ്യേറ്റ മതക്കാർക്ക് അവർ കയ്യേറിക്കൊണ്ടിരുന്നതൊക്കെ മറന്നിട്ടാണ് മറ്റുള്ളവരുടെ കയ്യേറ്റത്തെ പറയുന്നത്. ഇപ്പം ഈ ഇസ്ലാം മതത്തിൽ തന്നെ മക്കയിലെ പള്ളി എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പള്ളിയായിരുന്നില്ലല്ലോ. 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന പൂർവികരായിട്ടുള്ള വിഗ്രഹാരാധകരുടെ ക്ഷേത്രമായിരുന്നുവല്ലോ അതും. അതടക്കം പൊളിച്ചിട്ടാണ് അവിടെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പള്ളി നിലകൊള്ളുന്നത്. അപ്പൊ മറ്റുള്ളവരെ ഇങ്ങനെ വിരൽ ചൂണ്ടുമ്പോൾ മൂന്ന് നാല് വിരൽ താന്താങ്ങൾക്കെതിരെ ചൂണ്ടപ്പെടുന്ന കാര്യം ഒരു മറന്നു പോവുകയാണ്. മറ്റുള്ളവരുടെ ആരാധന രീതികളെ പുച്ഛിച്ചും അപഹസിച്ചും അവരുടെ വിഗ്രഹങ്ങളൊക്കെ അടിച്ചുടയ്ക്കണമെന്ന് പറഞ്ഞും നടന്നിരുന്ന ആൾക്കാരാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങളുടെ പള്ളി പൊളിച്ചിട്ട് ക്ഷേത്രം പണിതേ എന്ന് കരയുന്നത്. അപ്പോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 7-ാം നൂറ്റാണ്ടിന്റെ പകുതി മുതൽ 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഭാരതത്തിൽ ഉടനീളം കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഏതാണ്ട് 48,000 ക്ഷേത്രങ്ങൾ പല പല മുസ്ലിം രാജാക്കന്മാരാലും ഇൻവേഡേഴ്സാലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ പോർച്ചുഗീസ് പടയാലും ഒക്കെ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞാൽ വലിയ ക്ലേശമാണ്. നമ്മൾ ആകെ പറയുന്നത് കാശി, മധുര, അയോധ്യ എന്നീ 3 പ്രധാനപ്പെട്ട ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾക്ക് മേലെ ഉയർത്തിയ തർക്കമന്ദിരങ്ങൾ നീക്കം ചെയ്യണമെന്നാണ്. ഈ ഭാരതത്തിൽ എവിടെയും ഒരു മുസ്ലിം പള്ളി പണിയുന്നതിനോ ഒരു ക്രിസ്ത്യൻ പള്ളി പണിയുന്നതിനോ യാതൊരു വിരോധവുമില്ല. അതെന്തിനാണ് ക്ഷേത്രങ്ങളുടെ മേലെ കൊണ്ടുവെക്കുന്നത്? സോ അത് ബേസിക്കലി ഒരു മതസിദ്ധാന്തമാണ്. ഐക്കണോക്ലാസം, വിഗ്രഹഭഞ്ജനം. അതായത് വിഗ്രഹാരാധനയ്ക്ക് മേലെ ഏകദൈവത്തിന്റെ ആളുകള് അധീശത്വം സ്ഥാപിക്കുന്ന ഒരു സിംബോളിക് ആക്ടിവിറ്റിയാണ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ മേലെ തന്നെ പള്ളികൾ കൊണ്ട് പണിയുന്നത്. അപ്പൊ അത് നടക്കില്ല. ആരെങ്കിലും സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവരുണ്ടെങ്കിൽ അവർക്കൊരു വലിയ സന്ദേശമാണിത്. മാത്രവുമല്ല, എല്ലാവർക്കും ആരാധിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ആരാധിക്കാം, ഹിന്ദുക്കൾ അവരുടെ രീതിയിൽ ആരാധിക്കട്ടെ. ഇതിൽ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നൊക്കെ ചോദിച്ചാൽ ആ തർക്കം എവിടെയും നിൽക്കില്ല. അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന തർക്കമാണ്. അതുകൊണ്ട് ഈ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ജന്മഭൂമിയിൽ നമ്മൾ ശ്രീരാമചന്ദ്രസ്വാമിയെയും ലക്ഷ്മണനെയും ഭരതനെയും സീതാദേവിയെയും ശത്രുഘ്നെയും ഹനുമാൻ സ്വാമിയൊക്കെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നമ്മുടെ പഴയ ഇതിഹാസത്തിലുള്ള നമ്മുടെ ആരാധനാമൂർത്തികളെ അവരുടെ സ്വന്തം ഇരിപ്പിടത്തിൽ, സ്വന്തം രാജധാനിയിൽ, സ്വന്തം സിംഹാസനത്തിൽ ഇരുത്തുന്ന ഒരു ചാരിതാർത്ഥ്യമാണ് ഓരോ ഹിന്ദുവിനും ഉള്ളത്.